guys, welcome to my channel. I hope you all are doing well. ഇന്നത്തെ വീഡിയോ ഭരതനാട്യം ഡ്രസ്സ് എങ്ങനെയാണ് വിയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് ഈസി അല്ല കേട്ടോ, ഇതിൽ ഒത്തിരി പീസസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ചേർന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് അത് വിയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ആദ്യമായിട്ട് നിങ്ങൾക്കുള്ളൂ ബ്ലൗസാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ പിന്നീട് സ്കേർട്ട് എന്ന് അറിയാമല്ലോ, അത് കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ തയ്പ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കണമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് തെച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഫ്രണ്ടിലൊക്കെ നല്ല ഫ്രില്ലായിട്ട് അടിപൊളി സെയിം ഭരതനാട്യം ഡ്രസ്സിൻ്റെ അതേപോലെ തയ്ച്ചിരിക്കുന്നത്. പക്ഷേ കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് ഈസി ടൈപ്പിലാണ് തയ്ച്ചിരിക്കുന്നത്. ഓക്കെ, എന്ന ശേഷം ഇത് വെച്ചിട്ട് ഇതിൽ എല്ലാത്തിലും നാടയുണ്ട് കേട്ടോ. നമുക്ക് നല്ലപോലെ കെട്ടി വയ്ക്കാം, വീഴുന്ന പോകുന്നുള്ള ഒരു പേടിയില്ല. അതുപോലെ തന്നെ നമുക്ക് സേഫ്റ്റി പിന്നും വെച്ച് അത് ഇടാവുന്നതാണ്. അതുപോലെ നാട് 2-3 ഒരു ഇതിൽ തന്നെ നാടകൾ നിറയുണ്ട്. അപ്പം നല്ലപോലെ കെട്ടി വയ്ക്കാം. അപ്പോൾ എന്താണ് ഫങ്ഷൻ പ്രോഗ്രാമൊക്കെ ആകുമ്പോൾ ഒരു ഡാൻസ് പ്രോഗ്രാമൊക്കെ കുട്ടികൾക്ക് നല്ലപോലെ കംഫർട്ടബിൾ ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇത് കണ്ടില്ല, അപ്പോൾ നമ്മൾ എത്ര നാട കെട്ടിയൊന്നും അറിയത്തില്ല, എല്ലാം ഹൈഡാകും കേട്ടോ. അത് കണ്ടില്ല, ബാക്കിൽ ഫുള്ള് നല്ലപോലെ കെട്ടി വെച്ച്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഇത് ഫ്രണ്ട് സൈഡിൽ വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒത്തിരി പീസസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ ഞാൻ ചെയ്യുന്ന അതേപോലെ തന്നെ എല്ലാം വെക്കണം കേട്ടോ, ഇടണം. അല്ലെങ്കിൽ പിന്നെ എല്ലാം റോങ് ആവും. അല്ലാതെ നമുക്ക് ഇത്ര പീസ് ഉണ്ട് തോന്നിയ പോലെ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അതാണ് ഈ ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈസി അല്ല. അപ്പോൾ അതെല്ലാം ഹൈഡ് ചെയ്യും. കണ്ടില്ല, നമ്മൾ ഇത്ര കെട്ടി നാടിയുണ്ടെങ്കിൽ അതെല്ലാം ഹൈഡ് ചെയ്ത് സൂപ്പറാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് ഇടുന്നത് ഓർണമെൻറ്റ്സ് ആണ്. അപ്പോൾ ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തു. നമ്മൾ എപ്പോഴും മേക്കപ്പ് കഴിഞ്ഞതും കഴുത്തിലെ ഓർണമെൻറ്റ്സ് ഇടണം കേട്ടോ. നെക്ലസും ഇതുണ്ടല്ലോ താഴത്തിലെ അതെല്ലാം നമ്മൾ മേക്കപ്പ് കഴിഞ്ഞതുമാണ് ഇടേണ്ടത് കേട്ടോ. പിന്നെ വേറെതെല്ലാം കയ്യിലെ നമ്മൾ ഹെയർ സ്റ്റൈലിൽ ചെയ്യുന്നതിൽ ഒട്ടിയാണ്, ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് ഇട്ടാൽ മതി, കുഴപ്പമില്ല. ഡ്രസ്സപ്പ് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി. കഴുത്തിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മേക്കപ്പ് കഴിഞ്ഞത് ഹെയർ സ്റ്റൈൽ ചെയ്യണ മുമ്പ് ഇടണം. കണ്ടില്ലേ? പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി ടെൻഷനായി. പക്ഷേ ഓക്കെ ആയിരുന്നു. അതിൻ്റെ ബാക്കിലെ നാടിയുണ്ടല്ലോ, അതിൻ്റെ ചരട് വലുതായിരുന്നു, അത് കാരണം കുഴപ്പമില്ല. അപ്പോൾ ഇത് നിങ്ങളിതുപോലെ റിപ്പീറ്റ് മിസ്റ്റേക്ക് ചെയ്യേണ്ട, ഞാനും ചെയ്തു പോയി, അത് കാരണമാണ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ബാക്കിയെല്ലാം നമുക്ക് പിന്നീട് ഇടേണ്ട ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ. അതിന് അറിയേണ്ട കണ്ടില്ല, ഒട്ടിയാണൊക്കെ ലാസ്റ്റ് ഇടേണ്ടതാണ്. അങ്ങനെ ഡ്രസ്സപ്പ് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. ഹായ് ഗായ്സ്, അപ്പോൾ ഭരതനാട്യത്തിൻ്റെ മേക്കപ്പ്, ഹെയർ സ്റ്റൈൽ അതിൻ്റെ ഡ്രസ്സപ്പ് ഈ 3ൻ്റെ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് എൻ്റെ ചാനലിൽ കൂടെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണുക, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന വീഡിയോ ആയിരിക്കും കേട്ടോ. ഐ ഹോപ്പ് യു റിയലി എൻജോയ് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഷുവർ ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Okay, bye-bye.